155 പാട്ടുകൾ പാടി തന്റെ സ്വന്തം പേരിലുള്ള റെക്കോർഡ് തിരുത്തുവാൻ ഒരുങ്ങുകയാണ് ഗായകൻ കാലിക്കറ്റ് അഷ്റഫ്. ജൂലൈ 27-ന് കോഴിക്കോട് ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുക. നമുക്കറിയാം, മുഹമ്മദ് റഫി സാഹിബിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സ്ഥലമാണ് ഹിന്ദി സംസാര ഭാഷ അല്ലാത്ത സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ ടൗൺ ഹാളും ടാഗോറും ഒക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും റഫീനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ഐഡിയയാണ് നമ്മുടെ പാളയം വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് ഇതിൽ ആകർഷണമായിട്ട് അഷ്റഫ് എന്ന് പറഞ്ഞൊരു ആള് വരുന്നത്. വെജിറ്റബിൾ മാർക്കറ്റിൽ ഹെഡ്ലോഡ് വർക്കറാണ്. നമുക്കറിയാം, വിഷ്വൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിന്റെ ഇത് വൈറലാണ്. ഒരു ഹെഡ്ലോഡ് വർക്കർ 40 പാട്ട് പാടി, പിന്നെ 100 പാട്ട് പാടി, ഇപ്പൊ 125 ഇപ്പൊ ദേശീയ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് കോഴിക്കോട്. മുഹമ്മദ് റഫി സാഹിബിന്റെ 45ാം ചരമദിനമാണ് ഈ വരുന്ന ജൂലൈ 31. അതിന് മുമ്പായിട്ടുള്ള ഈ ഞായറാഴ്ചയാണ് ഈ നമ്മുടെ പരിപാടി 27ന്. കാലിക്കറ്റ് അഷ്റഫ് ജീവിതത്തിൽ ആദ്യമായിട്ട് 40 പാട്ട് ടൗൺ ഹാളിൽ പാടി സംഗീതത്തിന്റെ യാത്ര അവിടെ ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം 100 പാട്ട് പാടി, പിന്നീട് അദ്ദേഹം 125 പാട്ട് പാടി കേരളത്തിലെ എക്കാലത്തെയും റെക്കോർഡായ 125 പാട്ട് അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. തന്റെ സ്വന്തം റെക്കോർഡ് തന്നെ അദ്ദേഹം 155 പാട്ടുമായി ഈ വരുന്ന ജൂലൈ 27-ാം തീയതി വീണ്ടും ടൗൺ ഹാളിൽ എത്തുകയാണ്. 14 മണിക്കൂർ കൊണ്ട് തന്റെ സ്വന്തം റെക്കോർഡ് ദേശീയ റെക്കോർഡായി മാറ്റുകയാണ്. ഈ വരുന്ന 27 ജൂലൈ 2025 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ഒരു തരത്തിലും വിശ്രമമില്ലാതെ ഒരു ദൗത്യത്തിന് അദ്ദേഹം ഈ സംഗീത വിരുന്ന് ഒരുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ TPM ഹാഷിർ അലി, R ജയന്തകുമാർ, അൻസാർ CB, ഷാനവാസ് VP, മുജീബ് കുറ്റിച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.